സൈലന്റ് ലേണിംഗ് അഖില മിസ്സാണ്. സോ ഓണം എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ചോദ്യം ഇതാണ്: പാറിപ്പറക്കുന്ന കിളികളെ കണ്ടില്ലേ? കണ്ടു അല്ലേ? ഇവയുടെ തൂവലുകൾ വരച്ചു ചേർക്കാമോ? തൂവലുകളുടെ പ്രത്യേകതകൾ എഴുതാമോ? സിമ്പിൾ ആണ് അല്ലെ? നമുക്ക് തൂവലുകൾ വരയ്ക്കാലോ. നമുക്ക് പക്ഷികളുടെ നിറം നോക്കിയിട്ട് തൂവല് വരച്ചൂടെ? ഇവിടെ നോക്കി, ആദ്യം തന്നെ നമ്മുടെ മയിലുണ്ട് അല്ലെ? അപ്പൊ മയിലിന്റെ തൂവൽ ഇതാ നമ്മൾ ഇങ്ങോട്ട് വരച്ചു. അടുത്തത് കാക്കയാണ്. അപ്പൊ കാക്കയാവുമ്പോ ഇതാ ഇങ്ങോട്ടേക്ക് നമുക്ക് തൂവല് വരച്ചു കൊടുക്കാം. തത്തമ്മയുടെ തൂവൽ ഇതാ ഇവിടെ ഉണ്ട് അല്ലെ? പച്ച നിറത്തിൽ. ഇനി വെളുപ്പ് നിറത്തിൽ ഇതാ നമുക്ക് അവിടെ എന്തുണ്ട്? പ്രാവുണ്ട്. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് തൂവലുകളൊക്കെ ഇത് നോക്കിയിട്ട് വരച്ചു ചേർക്കാലോ. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. എന്നാൽ അടുത്തൊരു ചോദ്യം എന്തായിരുന്നു? തൂവലുകളുടെ പ്രത്യേകതയാ. എന്തൊക്കെയാണ് നമ്മുടെ തൂവലുകളുടെ പ്രത്യേകത? നമുക്കറിയാം അല്ലേ? തൂവലുകൾ എന്ന് പറയുന്ന സമയത്ത് തൂവലിന് പ്രത്യേകിച്ച് എന്തില്ല? വലിയ ഭാരമൊന്നുമില്ല. ഉണ്ടോ? തൂവലിന് വലിയ ഭാരമുണ്ടോ? ഇല്ല, തൂവലിന് വലിയ ഭാരമൊന്നുമില്ല. വളരെ എന്താണ്? കനം കുറഞ്ഞതല്ലേ? പാറി വരാറില്ലേ? അപ്പൊ നമുക്ക് എഴുതാം അല്ലേ? പക്ഷികളുടെ തൂവലുകൾക്ക് ഭാരം കുറവാണ്. നമ്മൾ തൊടുന്ന സമയത്ത് ഭയങ്കര മിനുസം തോന്നാറില്ലേ? അപ്പൊ ഒരു എണ്ണമയവുണ്ട്. ആ തൂവലുകൾ അവരെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഡ്രസ്സൊക്കെ ഇടുന്നുണ്ട്. പക്ഷികൾക്ക് ഡ്രസ്സ് ഉണ്ടോ? ഇല്ല. പക്ഷികളുടെ ശരീരത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് ആരാണ്? ഈ പറയുന്ന നമ്മളുടെ തൂവലുകളാണ് അല്ലെ? ആ കാര്യങ്ങൾ നമുക്ക് എഴുതാം. അടുത്തൊരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: ഓരോ ജീവിയെയും അവരുടെ കൂടുകൾക്ക് നേരെ വരച്ചു ചേർക്കാമോ? അപ്പൊ ജീവികളുടെ കൂടുകളുമായിട്ട് ബന്ധപ്പെട്ട പാഠമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇവരെ നമുക്ക് എങ്ങനെ വരച്ചു നേക്കാം? ഇതാ നോക്കി, ആദ്യം തന്നെ എലിയാണ് അല്ലെ? എലി എപ്പോഴും നമുക്കറിയാം മണ്ണിൽ മാളൊക്കെ ഉണ്ടാക്കാറുണ്ട്. സോ ഈ മാളം നമുക്ക് എലിക്ക് വരച്ചു കൊടുത്തൂടെ? അടുത്ത നോക്കിയേ, കാക്കയാണ്. അപ്പൊ കാക്കയുടെ കൂടായിട്ട് ഇവിടെ തോന്നുന്നത് ഏതാണ്? ദാ ഈ തേർഡ് വൺ ആണ് അല്ലെ? അത് ഞാൻ അങ്ങോട്ട് വരച്ചു. ഇനി മറ്റൊരു കൂട്, മറ്റൊരു പക്ഷീനെ നിങ്ങൾ അവിടെ കാണുന്നില്ലേ? ആ പക്ഷിയുടെ കൂട് എന്ന് പറയുന്നത് ദാ ഇവിടെ തൂങ്ങി കിടക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അതിലേക്ക് നമുക്ക് അതിനെയും എന്ത് ചെയ്യാം? വരച്ചു ചേർക്കാം. ഓക്കെ, അപ്പൊ ഇതേപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും നമുക്ക് ചെയ്യാനുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് 3 കടങ്കഥകളാണേ. നോക്കിയോ നിങ്ങൾ, ഇവിടെ പറഞ്ഞിട്ടുണ്ട്: അടിപാറ, നടുവടി, തലക്കാട് അല്ലെ? എന്തായിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്? ചിത്രം മിസ് അവിടെ വെച്ചിട്ടുണ്ട് അല്ലെ? സോ നമുക്ക് ധൈര്യമായിട്ട് ഉത്തരം എഴുതാം. ചേനയാണ് നമ്മുടെ എന്ത് ആൻസർ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ചേന നമുക്ക് മാർക്ക് ചെയ്യാം. അടുത്ത നോക്കിയേ, കയ്പുണ്ട് കാഞ്ഞിരമല്ല, മുള്ളുണ്ട് മുരിക്കല്ല, വാലുണ്ട് വാനരനല്ല. ആരാണ്? നമ്മുടെ പച്ചക്കറികളാണ് അല്ലെ? അപ്പൊ ഇതാരാണ്? പാവയ്ക്ക അല്ലെങ്കിൽ കൈപ്പക്ക എന്നൊക്കെ ചില നാട്ടിലേക്ക് പറയാറുണ്ട്. സോ നമുക്ക് പാവയ്ക്ക അല്ലെ? പാവയ്ക്ക നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. ഓക്കെ, അടുത്ത നോക്കിയോ, മണ്ണിനുള്ളിൽ പൊന്നമ്മ. ആരാടാ അത്? നമ്മുടെ മഞ്ഞളാണ് അല്ലേ? മഞ്ഞളിന്റെ നിറം നോക്കിയേ നിങ്ങൾ. നല്ല മഞ്ഞ കളറാണ്. മഞ്ഞളാണെങ്കിൽ മണ്ണിന്റെ ഉള്ളിലാണ് ഉണ്ടാവാറ്. സോ മണ്ണിനുള്ളിൽ പൊന്നമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ മഞ്ഞൾ നമുക്ക് എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. അപ്പൊ പ്രധാനപ്പെട്ട നമ്മുടെ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട കടങ്കഥകളാണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് പഠിക്കാനുണ്ട്. അതൊക്കെയായിട്ട് മിസ് വീണ്ടും വരാം. അതുപോലെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.